ഞാൻ കഴിഞ്ഞ ദിവസം അസംബ്ലിയിൽ പറഞ്ഞു, വ്യവസായ മന്ത്രി ഒരാളെ കൂട്ടി എന്റെ അടുത്ത് വന്നു. ഒരു നിക്ഷേപകന്. അയാളെ നിക്ഷേപ തുക കേട്ടപ്പോ പെട്ടെന്നൊരു ആശ്ചര്യം തോന്നും കേട്ടോ. 3 ലക്ഷം കോടിയിലധികം, 3 ലക്ഷം കോടിയിൽ പരം രൂപയുടെ നിക്ഷേപം നടത്താൻ സന്നദ്ധത കാണിച്ചുകൊണ്ടാണ് വന്നത്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താ കേരളത്തിലേക്ക് വരാൻ പ്രത്യേക കാരണം? അദ്ദേഹം പറഞ്ഞ ഉത്തരമാണ് ഏറ്റവും പ്രധാനം. അദ്ദേഹം പറഞ്ഞു, ഇതുപോലെ സമാധാനം നിലനിൽക്കുന്ന ഒരു സ്ഥലം വേറെയില്ല. ഇവിടെ നല്ല സ്ഥിരതയുണ്ട്, ഞങ്ങൾക്ക് ഇവിടെ ശാന്തമായി കാര്യങ്ങൾ നടത്താൻ പറ്റും. രാജ്യത്തെ, ലോകത്തെ നിക്ഷേപകര് എന്ത് വിടലാണ് ഇയാള്? കേരളത്തെ എങ്ങനെ കാണുന്നു എന്നതാണ് ഇതിലൂടെയൊക്കെ കാണുന്നത്. കണ്ടങ്ങള് ഇതിങ്ങനെ രണ്ടാക്കാം, എന്നിട്ട് ഇങ്ങനെ ചെവിട്ടിലിങ്ങനെ വെക്കാം. ഇതാണ് കാലങ്ങളായിട്ട് ഞാനും എന്റെ അമ്മയും കൂടി ഇയാളെ കൊണ്ട് സഹിക്കണേ.